ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂദാശകളിലെ ഒന്നാമത്തെ കൂദാശയായ ജ്ഞാനസ്നാനം അല്ലെങ്കിൽ മാമോദീസ. ഈ മാമോദീസ എപ്പോഴും പലരും വെള്ളം കോരി തലയിൽ ഒഴിക്കാറുണ്ട്, അതുപോലെ തന്നെ വെള്ളത്തിൽ മുക്കിയെടുക്കാറുണ്ട്. അങ്ങനെ പല രീതിയിൽ ചെയ്യാറുണ്ട്. അതിനുള്ളൊരു ക്ലാരിഫിക്കേഷനാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. കോരിക്കുളിച്ചാലും മുങ്ങിക്കുളിച്ചാലും കുളി തന്നെയാണ്. സഭയിലെ ആദിമ ഗ്രന്ഥമായ ഡിഡാക്കെ ഇതിനെപ്പറ്റി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഡിഡാക്കെ എന്ന് പറയുന്നത് സുവിശേഷങ്ങൾക്ക് ശേഷം അപ്പോസ്തോലിക കാലത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മനസ്സിലാക്കുന്നതിന് സഭ അംഗീകരിച്ചിട്ടുള്ള ആദിമ ഗ്രന്ഥമാണ് ഡിഡാക്കെ, അല്ലെങ്കിൽ 12 അപ്പോസ്തലന്മാരുടെ ഗ്രന്ഥം എന്ന് പറയും. സുവിശേഷങ്ങൾ എഴുതപ്പെട്ട AD 60 തന്നെയാണ്, ആ സെയിം ടൈമിൽ തന്നെയാണ് ഈ ഡിഡാക്കയും എഴുതപ്പെട്ടിട്ടുള്ളത്. മാമോദീസയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ 3 രീതികളാണ് പഠിപ്പിക്കുക. ഒന്നാമത്തെ കാര്യം, ഒഴുകുന്ന ജലത്തിൽ ജ്ഞാനസ്നാനം കൊടുക്കണമെന്ന്. രണ്ടാമത്തെ കാര്യം, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജ്ഞാനസ്നാനം കൊടുക്കാമെന്ന്, അതായത് കുളത്തിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. മൂന്നാമത്തെ കാര്യം, വെള്ളം കോരി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറഞ്ഞ് ജ്ഞാനസ്നാനം കൊടുക്കാമെന്ന്. എന്തിനാണ് കുട്ടികൾക്ക് ജ്ഞാനസ്നാനം കൊടുക്കുന്നത്? ഒന്നും അറിയാത്ത കുട്ടികൾക്ക് നമ്മൾ ജ്ഞാനസ്നാനം കൊടുക്കുവാനുള്ള കാരണം രക്ഷ ദൈവിക ദാനമാണ്. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാം തിരുവചനം, വിശ്വാസം വഴി കൃപയിലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ഈ സൗജന്യമായ ദാനം സ്വീകരിക്കാൻ ഏറ്റവും വലിയ യോഗ്യതയുള്ളത് ഒന്നും അറിയാത്ത എട്ടും പൊട്ടും തിരിയാത്ത ശിശുക്കൾക്ക് മാത്രമാണ്. തീർച്ചയായിട്ടും മനസ്സിലൊരു ചോദ്യം വരും, എങ്കിൽ കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൽ വളർന്നിട്ടല്ലേ യഥാർത്ഥത്തിൽ ജ്ഞാനസ്നാനം കൊടുക്കേണ്ടതെന്ന്? വിശ്വാസമുണ്ടെങ്കിൽ മാത്രം ജ്ഞാനസ്നാനം കൊടുത്താൽ പോരെ എന്ന്. സുവിശേഷത്തിൽ ഒരു തളർവാദ രോഗിയെ 4 പേർ കൂടി വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് താഴേക്ക് ഇറക്കുന്നുണ്ട്. അവിടെ ഈശോ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ രോഗിയുടെ വിശ്വാസം കണ്ടിട്ടല്ല ആ രോഗിയെ ഈശോ സുഖപ്പെടുത്തുക, മറിച്ച് അവരെ കൊണ്ടുവന്ന ആ 4 പേരുടെ വിശ്വാസം കണ്ടിട്ടാണ് ഈശോ ആ തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയത്. അതുകൊണ്ട് ജ്ഞാനസ്നാനത്തിന് കുട്ടിയെ വിശ്വാസമല്ല, മറിച്ച് കൂടെ നിൽക്കുന്ന മാതാപിതാക്കളുടെയും ജ്ഞാനസ്നാന പിതാക്കന്മാരുടെ വിശ്വാസം, അത് ആ കുട്ടിയെ വിശ്വാസത്തിൽ വളരുവാനായിട്ട് അല്ലെങ്കിൽ ജ്ഞാനസ്നാനം കൊടുക്കുവാനായിട്ട് ആ കുട്ടിയെ അർഹനാക്കുന്നുണ്ട്. എല്ലാറ്റിനുമുപരി ഇത് ദൈവിക ദാനമാണ്, ഇത് രക്ഷയാണ്. കാരണം സഭയിൽ നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ മക്കളായി തീരുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.